ഇന്നൊരു കുഞ്ഞു ടൂറിന്റെ വിശേഷമാട്ടോ. ഞാൻ ഒരുപാട് നാള് കൊണ്ട് കാണാൻ ആഗ്രഹിച്ച ഒരു സ്ഥലമാണിത്. പത്മനാഭപുരം പാലസ്. നമ്മുടെ തക്കലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. അപ്പോഴ് ഈ പാലസിന്റെ പ്രത്യേകത നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലായിരിക്കും. ഇതാണ് നമ്മുടെ ഇതില് കുറേ ഭാഗങ്ങള് നമ്മുടെ മറ്റേ മണിച്ചിത്രത്താഴ് സിനിമയില് ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോഴ് ഇതൊക്കെ നമുക്ക് അവിടെ ഗൈഡൊക്കെ ഉണ്ട്. എല്ലാ ഡീറ്റെയിൽസും അവര് പറഞ്ഞു തരും. നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. ഏകദേശം ഒരു 1, 2 മണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ. പിന്നെ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തിങ്കളാഴ്ച ഇവിടെ ഇല്ല കേട്ടോ. തിങ്കളാഴ്ച പോകണമെന്ന് ആഗ്രഹമുള്ള ഒരു തിങ്കളാഴ്ച പോകണ്ട. പിന്നെ 9:30 തൊട്ട് പിന്നെ 12:30 വരെയും പിന്നെ വൈകിട്ട് ഒരു 2 മണി തൊട്ട് 4:30 വരെയൊക്കെ ടിക്കറ്റ് അവൈലബിൾ ആണ്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. പിന്നെ ഈ ഒരു സ്ഥലം കണ്ടോ, ഇതിൻ്റെ പേരാണ് ഇന്ദ്രവിലാസം എന്ന് പറയും. കാണുമ്പോൾ തന്നെ കണ്ടോ നല്ല ഭംഗിയാണ്. ഫോറിൻ വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് രാജാവ് പണി കഴിപ്പിച്ചതാണ് കേട്ടോ. പിന്നെ ഇതാണ് ഈ സ്ഥലം ഏതാണെന്നറിയോ? നമ്മുടെ ആ സിനിമയ്ക്കകത്ത് പിന്നെ ശോഭനയുടെ കാമുകൻ താമസിക്കുന്ന ഒരു സ്ഥലമായിട്ട് കാണിക്കല്ലോ, അതാണ് ഈ കെട്ടിടം കേട്ടോ. നല്ല രസമാണ്. നമുക്കിത് കാണുമ്പോഴേ ഒരു പ്രത്യേക വൈബാണ്. ആ സിനിമയൊക്കെ ഒരുപാട് കണ്ടവർക്ക് ഒക്കെ മനസ്സിലാവുമായിരിക്കും ഈ സ്ഥലത്തിൻ്റെ ആ ഒരു ഭംഗിയും അത് കാണാനുള്ള ഒരു ആഗ്രഹമൊക്കെ. ഈ സ്ഥലം പിന്നെ ആരും മറക്കൂല. നമ്മുടെ തോം 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 ആ ഒരു ഡാൻസ് ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടോ മണിച്ചിത്രത്താഴിലെ. ഇത് കാണുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവും. അതേപോലെ തന്നെയുണ്ട് കാണാനും. ആ സിനിമയിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും എല്ലാം ഒന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. കുറേയൊക്കെ മിസ്സായിപ്പോയി വീഡിയോ എടുക്കുക. ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വീഡിയോ എടുത്തൊന്നും അല്ല കേട്ടോ. പിന്നെ നമ്മൾ പോയത് തൃപ്പരപ്പിലാണ്, ഈ വെള്ളച്ചാട്ടം കാണാനാണ്. പക്ഷേങ്കിൽ ഇപ്പം അല്പം നല്ല ഫോഴ്സോടെ ഉണ്ടായിരുന്നു വെള്ളച്ചാട്ടം. അതുകൊണ്ട് ഇറങ്ങാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. ഒരു വേലി കെട്ടി മറച്ചു വെച്ചേക്കുമായിരുന്നു. കഴിഞ്ഞ വട്ടമൊക്കെ പോയപ്പോൾ അതിൽ കുളിക്കാനൊക്കെ പറ്റിയായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ പോകണമെങ്കിൽ ഈ ഒരു ഫോഴ്സോടെ ഒഴുകുന്ന സമയം പോവാതെ അല്ലാണ്ട് സമയത്ത് പോകുമ്പോൾ നമുക്ക് കുളിക്കുകയോ കളിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം വെള്ളത്തിൽ. പിന്നെ പിന്നെ ഞങ്ങൾ പോയത് നെയ്യാർ ഡാമിലാണ്. ഇവിടെ ഇത്തിരി കഷ്ടപ്പെട്ടു കേട്ടോ. അത്യാവശ്യം നടക്കാനൊക്കെ ഉണ്ട്. പക്ഷെ കാണാൻ നല്ല സ്ഥലമായതുകൊണ്ട് കുഴപ്പമില്ല. നല്ല രസമാണ് ശരിക്കും പറഞ്ഞ ഒരു മനസ്സമാധാനം ഉള്ളൊരു അന്തരീക്ഷമാണ് കേട്ടോ. ഒരു ശാന്തത. നമുക്ക് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാനും കുറച്ച് സമയം ഇരിക്കാനും ഇങ്ങനെ വെറുതെ നടക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. പിന്നെ ഒരു ഇത്തിരി നടന്നൊക്കെ കാണാനുണ്ട് കേട്ടോ. അപ്പോഴും നല്ല അടിപൊളി ടൂറായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ആ ഒരു ട്രിപ്പ് കഴിഞ്ഞ് നല്ല അടിപൊളി സ്ഥലങ്ങളായിരുന്നു. അപ്പം നിങ്ങൾക്ക് ടൂറിന് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ചൂസ് ചെയ്യണമെങ്കിൽ ചൂസ് ചെയ്യുക. കാണാൻ അത്യാവശ്യമുണ്ട്. നല്ല നല്ല ഒരു വൈബായിരിക്കും കേട്ടോ. അപ്പം ബൈ ബൈ.